നമ്മളെ ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോ കാന്തപുരത്തിന്റെ സംഘടന ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് വളരെയധികം ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്ത ആളുകൾ, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്നും അജയ്യമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ സമ്മേളനം, അതിന്റെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അത് ആഘോഷിക്കും. എല്ലാവർക്കും ആഘോഷിക്കാം. ഇവിടെയുള്ള എല്ലാ സുന്നികൾക്കും സമസ്തയുടെ സമ്മേളനം ആഘോഷിക്കാൻ അവകാശമുണ്ട്. സമസ്തയുടെ പ്രചാരണ സുന്നികളാണ്. ആരെയും അതിൽ നിന്ന് നമ്മൾ തടയേണ്ടതില്ല, പിന്തിരിപ്പിക്കേണ്ടതില്ല. എല്ലാവരും സമസ്തയുടെ വക്താക്കളാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ കൊല്ലത്ത് വെച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 70ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം പ്ലാറ്റിനം ഇയർ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, ഈ വരുന്ന ഡിസംബറിന്റെ അവസാനത്തിൽ തൃശൂരിൽ വെച്ച് SYSന്റെ 70ാം വാർഷികത്തിന്റെ സമാപനം നടക്കുകയാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളെ കയ്യിൽ ഹക്കുണ്ടോ? ആ ഹക്കിനെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഹക്ക് നമ്മളെ കയ്യിലില്ലേ? എന്നാൽ ആ തരത്തിലുള്ള ഭീഷണികൾക്ക് മുമ്പിൽ, പ്രകോപനങ്ങൾക്ക് മുമ്പിൽ, പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അസ്തമിച്ചു പോകും എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള, റഈസുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഈ സാർത്ഥവാഹക സംഘം ഒരിക്കലും മങ്ങിപ്പോവാതെ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുകയും നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും നമുക്കാവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? അൻത അലൽ ഹഖി, മഹാനായ താജുൽ ഉലമയുടെ വീട്ടിൽ മഹാനവറുകൾ വഫാത്താകുന്നത് വരെ അവരുടെ തലയുടെ മുകളിൽ അതാ ഒരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? അൻത അലൽ ഹഖി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ മടവൂർ ശൈഖുനാന്റെ സമീപത്ത് ചെന്നപ്പോ ഈ പ്രാസ്ഥാനിക രംഗത്തുണ്ടായ എതിർപ്പുകളും പ്രതിസന്ധികളും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന പറഞ്ഞു, തങ്ങളെ ഒരിക്കലും പതറേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എതിർപ്പുകൾക്കിടയിലാണ് ദീന വളർത്തിയത്. മഹാന്മാരായ ഔലിയാക്കന്മാർ എതിർപ്പുകൾക്കിടയിലാണ് ദീന വളർത്തിയത്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഹക്കായ ദീനിന്റെ ആ ഒരു നേതൃത്വം, അവകാശവും നിങ്ങളുടെ കയ്യിലുണ്ട്. അൻത അലൽ ഹഖി എന്ന മഹാനവറുകൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ വാചകം താജുൽ ഉലമ വഫാത്ത് വരെ സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ബുഖാരിമാരോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഹക്കുണ്ട്, നമ്മുടെ കയ്യിൽ ദീനുണ്ട്. നമ്മളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെന്ന് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കാരോടും എതിർപ്പില്ല. ഇങ്ങോട്ട് ആക്രമിച്ചവരോട്, ഇങ്ങോട്ട് കൊല നടത്തിയവരോട്, നമ്മുടെ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചവരോട്, എല്ലാവരോടും നമുക്ക് പുഞ്ചിരി മാത്രമാണ് സമ്മാനിക്കാനുള്ളത്. അതായിരിക്കണം ഒരു ദാഴിയുടെ പ്രത്യേകത. ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരാളികളില്ല. വിവരക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നമുക്കെതിരെ അദ്ദേഹം തിരിഞ്ഞു എന്നല്ലാതെ ഒരു കാലഘട്ടത്തിലും നമ്മൾ അദ്ദേഹത്തെ ആജീവനാന്ത ശത്രുവായി കാണാൻ പാടില്ല. അയാളുടെ ഹിദായത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ദായി ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് ബുഖാരിമാരോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് മുന്നോട്ട് കുതിക്കണം. ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. കാലഘട്ടം മോശമാകുമ്പോ നമ്മൾ കാലഘട്ടത്തെ പഴിചാരാൻ പാടില്ല. ആ കാലഘട്ടത്തിലും ഈ ദീനിനെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വഴിവിളക്കുകളായി മാറാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 35 വർഷം പിന്നിടുമ്പോ ബുഖാരിക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട് തെന്നല ഉസ്താദ് കണ്ടമിടറിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രമായി വിറക്കിയത്. പൂച്ച മക്കളെ കൊണ്ടുപോകുന്നത് പോലെ
നമുക്കൊരിഞ്ച് സ്ഥലമില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ബിൽഡിങ്ങുകളും മനോഹരമായ ഈ ഒരു ക്യാമ്പസും ഇവിടെ കെട്ടിപ്പടുത്തത് എന്ന് പ്രിയപ്പെട്ട ബുഖാരിമാരും പ്രിയപ്പെട്ട പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും മനസ്സിലാക്കണം. നമ്മളെ മുമ്പിൽ ത്യാഗമാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ത്യാഗത്തോടെ മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്കെല്ലാം എളുപ്പമാക്കി തരും. അതാണ് ലോകത്ത് ഇസ്ലാമിന് ചരിത്രം പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ മദീനയിൽ ആദ്യമായി ഇസ്ലാം ഏറ്റെടുത്ത് പ്രവർത്തന രംഗത്തേക്ക് വന്നത് 6 ആളുകളായിരുന്നു. ആ 6 ആളുകളാണ് ഹജ്ജിന്റെ വേളയിൽ ആദ്യമായി ഇസ്ലാം ഉൾക്കൊണ്ടത്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞു കൊടുത്തു. പിറ്റത്തെ വർഷം അവർ 12 ആളുകളായി, പിറ്റത്തെ വർഷം 70 ആളുകളായി. ആ 6 ആളുകൾ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കുണ്ടാക്കാൻ കഴിയുന്നതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്, ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വർഷക്കാലം ഈ ബുഖാരിയുടെ ക്യാമ്പസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.